രണ്ടു വട്ടം പുള്ളിക്കാരിയുടെ സോങ് തന്നെ ചെയ്തു. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് താരം എത്തുന്നത്, AJP എത്തുന്നത്. കട്ടിറുമ്പിന് കല്യാണം, കട്ടിറുമ്പിന് കല്യാണം, കുട്ടുകുത്തണ ചെമ്മാനം, പട്ട് പുത്തിയ ചപ്പാത്തി, ചപ്പാത്തിയല്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി, മാറിയിരിക്കാം, ഇനി ഒന്നും ചെയ്യണ്ട. നമ്മൾ ആ വീഡിയോസിൽ കാണുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഗിറ്റാർ വായിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കവർ സോങ് കണ്ട ഞാനിങ്ങനെ ഫോൺ പിടിച്ച് പാടുന്നു ജസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും തോന്നും ജസ്റ്റ് ഫോണിൽ പിടിച്ച് പാടുകയാണ്. നമ്മൾ വൈറലാക്കിയൊരു പാട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു സാധനം, അത് വേറൊരു രീതിയിൽ നമ്മളത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നൊരിതില്ലേ, അത് ഭയങ്കര നമുക്കൊരു എന്താ പറയേണ്ടത് അറിയത്തില്ല. അത് നമ്മൾ വേറെ വീഡിയോയിലൂടെ കാണുമ്പോഴത്തേന് ഭയങ്കര അത്ഭുതം. അത് മാത്രമല്ല കമന്റുകളിൽ നമ്മൾ മെൻഷൻ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഭയങ്കര റിച്ച് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഏറ്റവും ലോ ക്വാളിറ്റി കോമാളിതരമായിരിക്കണം. എനിക്ക് തോന്നി ഇത് രണ്ടുപേരും നമ്മുടെ നാട്ടിൽ പോകത്തോളം തോന്നുന്നു. ഇതിനിടയ്ക്കുള്ള ഒരു സാധനം പോകാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ബിപിൻ ചേട്ടനായാലും ഇപ്പോൾ അവനൊക്കെ ആയാലും നമുക്ക് ഒരു കോളിൽ ഒരു സിനിമയിൽ ഇപ്പം കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ വിളിച്ചാൽ കിട്ടുന്നുള്ള ആൾക്കാരായി മാറി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അത് ആരോണിന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ അത് ഞാൻ തന്നെയാണ്. ഏകാന്ത സന്ധ്യ വിടർന്നു നീലയമുനാ നദിക്കരയിൽ, ഇന്നും അവൾ മാത്രം വന്നില്ല. ഇതാരുടെ വീടല്ല, രക്ഷപ്പെടാത്തതിന്റെ വിഷമമുണ്ടല്ലേടാ. ഞാനൊരു കണ്ടെടുത്തോളം ഏകദേശം ഞാൻ എല്ലാ അവസരങ്ങളുടെ വാതിൽക്കൽ വരെ ചെല്ലുക, എന്നിട്ട് പിന്നെ ആ വർക്കുകളൊക്കെ നടക്കാതെ പോയിട്ട് പിന്നെ അത് വിഷമാവാറുണ്ട്. അത് നടന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചെയ്യാം. പൂവ് ചൂടി നിൽക്കുമീ ഭൂമി എത്ര സുന്ദരി, ദേവദൂതർ പാടുമേ പ്രേമഗീതമായി വാ, ഗ്രാമകന്യ കേൾക്കുവാൻ കാവൽ മാടം തന്നിലായി. നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, ഒരു വൈറൽ താരം. ഇത് തന്നെ നമുക്ക് പറയാം, വേറെ ആരുമല്ല, അനു ബി ഐവർ ആണ് കൂടെ ഉള്ളത്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ഇൻഫോ മീഡിയ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ, ഇപ്പൊ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, AJP എന്ന് പറയുന്ന പേര് വെച്ചിട്ടാണ് എല്ലാരും റെക്കഗ്നൈസ് ചെയ്തത്, അതായത് കുട്ടികള്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ചപ്പാത്തി സോങ്, കട്ടുറുമ്പിനെ കല്യാണം, അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ്? ഞാന് കവർ സോങ്ങുകളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം കവർ സോങ് ഒക്കെ ചെയ്ത് എപ്പോഴും ഇടുന്നതിനെക്കാട്ടിലും റീച്ച് അത്യാവശ്യം ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഓരോരുത്തർ പാടി, അതായത് ഏതെങ്കിലും ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള ലൈവ് വീഡിയോക്കകത്തുനിന്ന് ആരെങ്കിലും എടുത്ത് പാടുന്നതോ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അത് കൂടുതലും കണ്ടത് ജാൻമണിയുടെ വീഡിയോക്കകത്ത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഏതെങ്കിലും ഒരു സോങ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്തത്. അത് ഒരു തമിഴ് സോങ് അല്ല, അനുരാഗ വിലോചനായി അത് ചെയ്തു. അത് ഭയങ്കരമായിട്ട് റീച്ചായി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇങ്ങനെയുള്ള കണ്ടന്റ് വീഡിയോകൾ എടുത്തിട്ട് എന്നാൽ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ രണ്ടു വട്ടം പുള്ളിക്കാരിയുടെ സോങ് തന്നെ ചെയ്തു. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് താരം എത്തുന്നത്, AJP എത്തുന്നത്. അപ്പോൾ ആ സോങ്ങിനകത്ത് ഞാനൊന്നും ചെയ്യാതെ തന്നെ കണ്ട ചിരി വരുന്നൊരു പാട്ടാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഗിറ്റാറോടെ വായിച്ചു വെച്ചപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ലൈഫ് ഉണ്ടായി, അത് കുറച്ചുകൂടെ റീച്ച് ആകാൻ കാരണമായി. അത് ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറം നല്ല രീതിയിൽ പോയി. എല്ലാവരും സ്റ്റോറി ഇടുന്നു, അതുപോലെ തന്നെ ഓരോരുത്തര് ആ വീഡിയോ വെച്ചിട്ട് ഓഡിയോ വെച്ചിട്ട് അവരുടെ വീഡിയോസ് ഇറക്കുന്നത്, അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നി? നമുക്ക് ഒരു വൈറൽ ആകുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പും വീഡിയോസ് വൈറലായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇൻസ്റ്റാഗ്രാം മൊത്തത്തിലൊരു ട്രെൻഡ് ആവുന്ന രീതിയിൽ പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ എവിടെ പോയാലും ഓരോരുത്തർ ഓരോ വീഡിയോസിൽ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്, പിന്നെ പല പല വീഡിയോകൾ ഇറങ്ങുമ്പോഴൊക്കെ മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്, പിന്നീട് ഇതേപോലെ ഒത്തിരി പാട്ടുകൾ അയച്ചു തരുന്നത്. പിന്നെ എനിക്കിങ്ങനെ
കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് അലയേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങോട്ട് അയച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ അലൻ ജോസിന്റെ ആയാലും ഇങ്ങനെ ഓരോരുത്തരുടെ മറ്റുള്ളവരുടെ ആയാൽ പോലും ഇങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. പിന്നെ നല്ലപോലെ പാടുന്ന ആൾക്കാരുടെയൊക്കെ പാട്ടുകൾ അയച്ചു തന്നിട്ട് ഗിറ്റാറായി വായിച്ചു തരുമോ. ഞാൻ ശ്രമിക്കാറുണ്ട്, നല്ല സോങ്ങുകളൊക്കെ എടുത്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഒരു വൈറൽ പ്രതീക്ഷിച്ചില്ല. ഇല്ല. അത് ഞാനത് ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ റീച്ചായി, നല്ല വ്യൂവും ലൈക്കൊക്കെ പോയതിന് ശേഷം ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്കിങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ വീഡിയോസിൽ എന്നെ കൊണ്ട് മെൻഷൻ ചെയ്യാൻ തുടങ്ങി. അന്നേരം ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നത് ഇത് വേറെ ലെവലിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഓഡിയോ എടുത്തിട്ട് അതിൻ്റെ സെർച്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ റീലുകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് തോന്നി. പിന്നെ അവിടെ ഇവിടെ എല്ലാം പിന്നെ ഓരോരുത്തർ റിവ്യൂ ചെയ്ത് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി, മാറിയിരിക്കാം, ഇനി ഒന്നും ചെയ്യണ്ട. പിന്നെ നല്ല എന്താ പറയാ, അത് വൈറലാവുന്നതിന്റെ ഒരു സംഭവം അന്നേരം അനുഭവിച്ചു. ഈ പാട്ട് വൈറലായതിനു ശേഷം പെരേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല പെരേരായിട്ട് കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും പറഞ്ഞു ചെന്നിട്ട് ഡയറക്റ്റ് പെരേര ചെന്നിട്ട് കണ്ടിട്ടൊന്ന് പാടി. പെരേര അതിനുശേഷം ഭയങ്കര പാട്ടൊക്കെയാണ് ഞാൻ അറിഞ്ഞു. പെരേരെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് പാട്ടത് പാടിപ്പിക്കാനൊക്കെ എന്നോട് കുറെ പേര് പറഞ്ഞു. ശ്രമിച്ചിട്ടില്ല, വേണ്ടാന്ന് തോന്നി ഇതുവരെ. അപ്പോൾ മറ്റൊന്നും വിചാരിക്കില്ല, അതുകൊണ്ടല്ല. പിന്നീട് അതിനുശേഷം വേറെ കണ്ടന്റുകളൊക്കെ ചെയ്തിങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് കമ്പോസർ ആണ്, ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിലിം CAD രാമേന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന് പറഞ്ഞിട്ട് ഷാജോൺ ചേട്ടൻ അഭിനയിച്ച മൂവിയായിരുന്നു. ആദ്യമായിട്ട് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തത്. അതിനകത്ത് വിധുചേട്ടനാ പാടി, വിധുപ്രതാപ് ചേട്ടനാ പാടിയേക്കുന്നത്. പിന്നെ അതിനു മുമ്പ് വെബ് സീരീസ് ആയിരുന്നു മൊത്തം. വെബ് സീരീസ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ആയിരുന്നു. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്. തിളങ്ങിയത്തുരുത്ത്, പിന്നെ അഞ്ചിൽ നിന്ന് സഞ്ചയനം, ഷെഫീഖ്, ഇതൊക്കെയായിരുന്നു. ഒരു കമ്പോസർ മാത്രമല്ല, നന്നായിട്ട് പാട്ട് പാടുന്ന യൂട്യൂബിലൂടെയാണ് ഇങ്ങനെ സിനിമ വരെ എത്തി നിൽക്കുന്നത്. നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഷോർട്ട് ഫിലിം നിന്നാണ്. അഞ്ചിന്റെ സഞ്ചയനം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം പിന്നീട് സിനിമയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വർക്ക് ചെയ്തപ്പോ ഉണ്ടായിരുന്ന ഒരു മൊമെന്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അഞ്ചിനെന്ന് സഞ്ചയനം ആദ്യം ഒതളങ്ങാത്തുരുത്തായിരുന്നു. അതിനുശേഷമാണ് അഞ്ചിനെന്ന് സഞ്ചയനം ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ട, ഞാൻ കുറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട 3 ഷോർട്ട് ഫിലിംസ് ഇതൊക്കെയാണ്. അപ്പോൾ അഞ്ചിനെന്ന് സഞ്ചയനം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് വിപിൻ ചേട്ടനാണ്. വിപിനെസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചാണ് അത് തുടങ്ങുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഒതളങ്ങാത്തുരത്തിന് ശേഷം അതിലേക്ക് വിളിക്കുന്നു. പിന്നീട് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാകുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പാർട്ട് 2 ഒക്കെ ഇറങ്ങുന്നു. അത് സിനിമയാകാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏറെക്കുറെ സന്തോഷിച്ചു. പിന്നീട് അത് സിനിമയായി. വിപിൻ ചേട്ടൻ സിനിമയിലെത്തി, ഡയറക്ടറായി. അത് വ്യസന സമേതം ബന്ധുമിത്ര അതിൽ പറഞ്ഞിട്ട് സിനിമയായി. അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒതളങ്ങാത്തുരത്ത് അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പുറകാലെ ഞങ്ങളെല്ലാവരും എത്തി, സിനിമയിലേക്ക് എത്തി. ഇനിയിപ്പോൾ അടുത്ത വർക്കുകളിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഈ മറ്റേ ഒതളങ്ങാത്തുരത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു ഒതളങ്ങാത്തുരത്ത്. അതില് അബിൻ ഇപ്പൊ നിൽക്കുന്നത് വലിയൊരു ലെവലിലാണ് നിൽക്കുന്നത്. എന്താ തോന്നുന്നത്? പിന്നെ ഭയങ്കര സന്തോഷം. കാരണം അബിന്, ഞാന്, പിന്നെ അതിൽ അഭിനയിച്ചിരുന്ന ആക്ടേഴ്സ്, ജയേഷ്, ഡയറക്ടർ, ഞങ്ങളൊക്കെ അത് തുടക്കകാലത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തോ ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ഞങ്ങളവിടെ താമസിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റ പാടുകൾ. അപ്പോൾ അന്ന് ഒതളങ്ങാത്തുരത്തിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ക്വാളിറ്റി ആയിരുന്നു എല്ലാവരും ശരിക്ക് പ്രശംസിച്ചിട്ടുള്ളത്. അപ്പം അതിനകത്ത് പിന്നണിയിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് തുച്ഛം പേരേ ഉള്ളൂ, ഒരു ഏകദേശം 2-3 പേരേ ഉള്ളൂ. അപ്പോൾ അത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് അത്രയും വലിയൊരു ഔട്ട്പുട്ട് അന്ന് ഇറക്കി അത് ഹിറ്റാവുന്നത്, അത്രയും വൈറലാവുന്നു, അതിലുള്ള എല്ലാവരും സിനിമയിലെത്തുന്നു. അപ്പോൾ അത് അന്നത്തേതിനേക്കാൾ ഇപ്പോൾ അവരെല്ലാവരെയും വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ കൂടെ നിന്നവരാണല്ലോ ഈ സിനിമയിൽ ഇപ്പോൾ ഇത്രയും കത്തുന്നത് എന്ന് കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഇപ്പോൾ വിപിൻ ചേട്ടനായാലും ഇപ്പോൾ അഭിനൊക്കെ ആയാലും നമുക്ക് ഒരു കോളിൽ ഒരു സിനിമയിൽ ഇപ്പം കത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ വിളിച്ചാൽ കിട്ടുന്നുള്ള ആൾക്കാരായി മാറി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അത് അതെ. ഓ പിന്നെ അതെ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും. മത്തിനെയും ആ ഒരു ടീമിനും ഒതളങ്ങാത്തുരത്ത് ടീമിനും ഫുൾ എനിക്കറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന്. അതിൻ്റെ ടെക്നിക്കൽ സൈഡിലായാലും എന്തായാലും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, ഹിറ്റാവണം, വൈറലാവണം. ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവരും. അന്ന് കഷ്ടപ്പെട്ടതിന്റെ ഫലം ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതെ. അങ്ങനല്ല, ആ സമയത്ത്
അന്ന് മറ്റ് വെബ് സീരീസുകളെല്ലാം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്, കരിക്കുൾപ്പെടെയുള്ള എല്ലാവരും ട്രെൻഡായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു നാടൻ വെബ് സീരീസ് ഇറങ്ങുന്നത് ഒതളങ്ങേത്തെടുത്താണ്. അപ്പം ഒരു പരിധി വരെ ആൾക്കാർ സ്വീകരിക്കും ഞങ്ങൾക്കെന്ന് അറിയാം. പക്ഷെ ആ ഒരു ലെവലിലോട്ട് പോകുമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അത് ഹിറ്റ് ആവുന്നു. അതിന് ആ ഒരു ടീമിലെ എല്ലാവരും ഭാഗമാകുന്നു. കാരണം അതിൻ്റെ എല്ലാ ഭാഗത്തെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ടെക്നിക്കൽ സൈഡായാലും ആക്ടിങ് ആയാലും ഡയറക്റ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാ ആൾക്കാരും സ്വീകരിക്കുന്നു. അവിടെ ഞങ്ങൾ വിജയിച്ചത്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായത്. അപ്പോൾ ഒരുപോലെ എല്ലാവരും സിനിമയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പിന്നെ മൂവ് ചെയ്യുമായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പറയുന്ന മ്യൂസിക് അതാണ് എന്റെ ജീവിതം അല്ലെങ്കിൽ അതാണ് എന്റെ വഴി എന്ന് തോന്നി തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരിക്കുമല്ലോ. അതെ, അത് എന്ത് തൊട്ടായിരിക്കും? ഞാൻ മ്യൂസിക് ഫീൽഡ് അല്ലായിരുന്നു. ആദ്യം ഞാൻ പഠിച്ചത് ആനിമേഷൻ ആയിരുന്നു. ഞാൻ ബാംഗ്ലൂർ ആനിമേഷൻ പഠിച്ചിട്ട് അവിടെ കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്തിട്ട്, എന്നിട്ട് അന്ന് ആ സമയത്ത് അപ്ഡേഷനുകളിലൂടെ ഒന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് നേരെ അതെല്ലാം കളഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ബാൻഡും പരിപാടിയായിട്ടൊക്കെ പോയി. അപ്പോൾ അന്ന് ഗിറ്റാർ സ്റ്റാർട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ പിന്നെ ചെറുതായിട്ട് കമ്പോസിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട് ഈ സിനിമ അല്ലെങ്കിൽ പാട്ടുകളുടെയൊക്കെ ക്വാളിറ്റി എൻ്റെ കമ്പോസിങ്ങിന് വരുന്നില്ല എന്ന് എപ്പോൾ മനസ്സിലാക്കിയോ അന്നേരമാണ് ഞാനും തീരുമാനിച്ചത് അതിനെപ്പറ്റി പഠിക്കണം. അന്നേരം തോന്നിയ ഒരു ഐഡിയ ആണ് സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോയി ചേർന്നു. അപ്പോഴാണ് നമുക്ക് മ്യൂസിക്കിലുപരി സൗണ്ട് എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. പിന്നീട് കുറച്ചും കൂടി സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. സിനിമയിൽ സൗണ്ട് എഞ്ചിനീയറിങ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് ഇതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കി. പിന്നെ പെട്ടെന്ന് തന്നെ തുരുത്തിലെത്തുമായിരുന്നു. ഇപ്പോൾ ചില സമയങ്ങളില് പല വീടുകളിലും ഇങ്ങനെ അതായത് കലയുടെ പുറത്ത് പോകുമ്പോൾ അവർ തടയുന്ന ഒരു സംഭവമൊക്കെ കണ്ടുവരാറുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ആരും അങ്ങനെ ഇല്ല ഒന്നാമത്. അപ്പോൾ പിന്നെ അവർക്ക് പഠിക്കുക, ജോലി മേടിക്കുക, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ മാക്സിമം നോക്കി. അപ്പോൾ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് ആനിമേഷൻ പഠിക്കാനായിട്ട് പോയി. പിന്നെ ലാസ്റ്റ് എന്നെ കൊണ്ട് അതൊന്നും പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ അവരെന്നെ എന്തെങ്കിലും ചെയ്തതെന്നുള്ള ഇത് രീതിയായി. അങ്ങനെ തിരിച്ചു വന്നു, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നെ മ്യൂസിക്കിൻ്റെ പുറകെ പോയപ്പോഴത്തേക്കിന് വേണോ എന്നൊക്കെ ചോദിച്ചു വീട്ടിലെല്ലാവരും. അതിനുശേഷം നല്ല രീതിയിൽ അതിനു വേണ്ടി ഇറങ്ങി. പിന്നെ കല്യാണം കഴിയുന്നത് തൊട്ട് മുമ്പ് വൈഫ് പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആണ് കൂടുതലായി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയത്. അതിനു മുമ്പ് നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഇൻസ്റ്റഗ്രാമില് വീഡിയോസ് ഇട്ട ടൈമില് തുടക്കത്തില് പാട്ടൊക്കെ പാടി തന്നെയായിരുന്നു ഇടാറുണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ജാൻമണിയുടെ പോലത്തെ വീഡിയോസ് എടുത്തിട്ട് നല്ല രീതിയിൽ കമ്പോസ് ചെയ്ത് സെറ്റ് ആക്കി തുടങ്ങിയപ്പോ അത് തന്നെ ഒരു കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് തുടങ്ങി എന്ന് വിചാരിച്ചു തുടങ്ങിയല്ലോ. അപ്പോ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ മ്യൂസിക്കിനെ എടുത്ത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അലൻ ജോസ് പെരേരയുടെയും അതുപോലെ തന്നെ ജാൻമണിയുടെയും വീഡിയോസ് ഒക്കെയാണ് പോയത്. ഇപ്പൊ ഈ മമിത പൈച്ചും മറ്റേ ഒരു ഷോയിൽ പോയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് കുറെ പേര് ഇതേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യാമെന്നൊരു ഇൻസ്പിറേഷൻ തോന്നിയത് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു? അതെ, അതിലുപരി ഞാൻ ജാൻമണിയുടെ ഒക്കെ വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ പാടുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അതിനകത്ത് വന്നേക്കുന്ന ഒരു വീട്ടിൽ വന്നേക്കുന്ന ഒരു തെറ്റായ വീട് കാരണം അവരെ ഒരുപാട് ചീത്ത വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഒരുപാട് ആക്ഷേപിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് അതിനകത്തുള്ളൊരു മ്യൂസിക്കാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനകത്ത് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് വേണ്ടത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനത്തെ അതിനകത്തോട്ട് എടുത്തിടുക എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടുന്ന കമന്റ് അവർക്ക് വേണമെങ്കിൽ ഇടാം, അതെനിക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷെ അതിലുപരി ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് കൊണ്ടതിനകത്ത് ഇടുകയും ചെയ്യാം. അങ്ങനെയാണ് അവർ പാടിയ മ്യൂസിക് ഞാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ പാട്ട് എടുത്തിട്ട് കുറച്ച് നന്നാക്കിയിട്ട്, ഒത്തിരി ഒന്നും പണി ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അവർ നന്നായിട്ട് പാടുന്നുണ്ട്, അതെടുത്തിട്ട് ഗിറ്റാർ വായിച്ചിട്ട് ചെയ്ത്. അപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം കമൻറ്റും പിന്നീടാണ് മാറിയത്. മീൻസ് ആ ഒറിജിനൽ വീഡിയോ കാട്ടിലും എനിക്ക് തോന്നുന്നു ഞാൻ ഗിറ്റാർ വായിച്ചിട്ടതിന് ശേഷം അവർക്ക് നല്ല പാട്ട് പാടുന്നുണ്ട്, അവർ നന്നായിട്ട് പാടുന്നുണ്ട് എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ വന്നു. നേരത്തെ നല്ലൊരു ശതമാനം തെറിവിളിയായിരുന്നു അതിനകത്ത് കമൻറ്റുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ നേരെ തിരിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് വന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പാടുന്ന പാട്ടുകള് ഞാനിപ്പോ ഒരിടയ്ക്ക് ഇന്റർവ്യൂ ചെയ്ത ടൈമില് ഒരു പാട്ട് പാടിട്ടുണ്ട്, മലയാളി പെണ്ണെ എന്ന് പറഞ്ഞ പാട്ട്. അതെല്ലാം കേറി കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ
അതിന് നമ്മൾ കാണുന്നത് ആ ജസ്റ്റ് ഒരു സാധനം മാത്രമാണ്. ചേട്ടൻ ഗിറ്റാർക്ക് വായിക്കുന്നു, മുകളിൽ പെരയുടെ പാട്ട് പോകുന്നു. അപ്പൊ അത് ആ ഒരു രീതിയിലേക്ക് ചെയ്ത് വരാൻ വേണ്ടിട്ട് അതിന്റെ പിന്നില് നമ്മൾ പ്രവർത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും കാണുന്ന ഒരു തരത്തിലേക്ക് എത്തിക്കുന്നത്? അത് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് വീട്ടിൽ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ആ വീഡിയോസിൽ കാണുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഗിറ്റാർ വായിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കവർ സോങ് കണ്ടാൽ ഞാനിങ്ങനെ ഫോൺ പിടിച്ച് പാടുന്നു. ജസ്റ്റ് അപ്പോൾ എല്ലാവർക്കും തോന്നും ജസ്റ്റ് ഫോണിൽ പിടിച്ച് പാടുകയാണ് എന്നേ തോന്നുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട് എനിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ പാട്ടെടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഇദ്ദേഹം പാടിയിരിക്കുന്ന പാട്ടിലെ പിച്ചൗട്ടുകൾ മാറ്റുക, പിന്നീട് അതിന് മെലഡൈനിങ് എന്ന് പറയുന്നത്, അത് ചെയ്തതിന് ശേഷം അത് താളത്തിലാക്കുക. പിന്നെ അതിന് ശേഷമാണ് അതിൻ്റെ കൂടെ ഗിറ്റാർ വായിക്കുന്നത്. ഗിറ്റാർ വായിച്ചതിന് ശേഷം പിന്നെ അതിന് മിക്സിംഗ് ഉണ്ട്, അതായത് നമുക്ക് കേൾക്കേണ്ട ക്വാളിറ്റിയിലോട്ട് വരുത്തുക. അതിന് ശേഷമാണ് പിന്നീട് വീഡിയോ സിങ്കിങ് ഉണ്ട്, അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ ഇരുന്നിട്ട് സിങ്ക് ചെയ്യും. കാരണം ഇത് ഒറിജിനൽ വീഡിയോയിൽ നിന്നും ഇതിൻ്റെ പിച്ച് ഔട്ടും താളമൊക്കെ മാറ്റി വരുമ്പോൾ ഈ വീഡിയോ ആയിട്ടുള്ള ഓഡിയോ സിങ്കിങ് മാറും. പിന്നീട് ഇത് വീഡിയോ എടുത്ത് ഇതായിട്ട് സിങ്ക് ചെയ്യുക. സിങ്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിരുന്ന് പോയിരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റിക് അന്നേരം സ്റ്റുഡിയോയിൽ ഇരുന്ന് വായിച്ചതിന് ശേഷം പിന്നീട് പോയിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുക ചെയ്യുന്നത്. വായിക്കുന്ന റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം വന്നിട്ടാണ് പിന്നീട് അടുത്ത എഡിറ്റിങ്. ഇത് രണ്ടും ചേർക്കുക. അതെ എങ്ങനെ പോയാലും ഒരു ദിവസത്തെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേന്ന് ഇടുക. അത്രയും ചെയ്തതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നത്. പെട്ടെന്ന് അതിനകത്ത് അങ്ങനെ ഇട്ടതിന്, അങ്ങനെ ഏതൊരു കവർ സോങ് ഇട്ടതിന് ശേഷം അതിനകത്ത് വന്ന് കമന്റ് ചെയ്ത് AI വീഡിയോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര വിഷമമായി. ഏതൊരു കവർ സോങ് ചെയ്തിട്ടാണ് അതിനകത്ത്, അലൻ ജോസിന്റെ അല്ല, ഒരു കവർ സോങ്ങിൽ വന്ന കുറെ കമന്റ് ആണ് AI വീഡിയോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം നമുക്ക് ഭയങ്കര വിഷമം വരും. കാരണം കണ്ടാല് നമ്മൾ ഫോൺ പിടിച്ചോണ്ട് പാടുന്നൊരു സംഭവം, പക്ഷെ ഇത്രയും പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ട് എടുത്തിടുന്നത്. അത്യാവശ്യം പ്രൊഫഷണലി തന്നെയാണ് ഇത് ചെയ്തിടുന്നത്. നമുക്ക് അങ്ങനെ ചെയ്തിട്ടാൽ ഒരു പക്ഷെ ആൾക്കാർ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ ഇടുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഒരാൾക്ക് അതിനകത്ത് കാണാനും ലൈക്ക് അടിക്കാൻ തോന്നുന്നു. ഇത്ര സിമ്പിൾ ആണോ എന്നുള്ള രീതിയിൽ അതായിരിക്കാം. നമുക്ക് ഇത്രയും പെരയുടെ പാട്ടിനെ ഇത്രയും വലിയൊരു സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു മ്യൂസിക് ഡയറക്ടർ എന്റെ കൂടെ ഇരിക്കണം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടാൻ ഒരു സാധ്യത ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 3-5 നമ്പർ പുള്ളിയുടെ കയ്യിലുണ്ട്. ഫുൾ നമ്പറാണ്. ഇപ്പൊ ഈ അലിന്റെ പാട്ട് കുറെ അങ്ങ് വൈറലായല്ലോ. അപ്പൊ അതിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് കുറെ പേര് വരുന്ന കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെയല്ല, ഞാൻ അലന്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഇങ്ങനെ അതിന്റെ ആ ഓഡിയോ എടുത്തിട്ട് പോയ കണ്ടന്റുകൾ കണ്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കണ്ടന്റ് വീഡിയോസിനകത്ത് കുറെ പേര് എന്നെ ഇങ്ങനെ കൊണ്ട് മെൻഷൻ ചെയ്തതിനകത്ത് ഞാൻ കണ്ടതാണ്. ഇങ്ങനെ അതിന്റെ വൈറലാവാൻ കാരണമായ ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങൾ പ്രതികരിക്കൂ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. നമ്മുടെ കാര്യമല്ല. ഒരു പക്ഷെ അവരൊക്കെ ചെയ്തുകൊണ്ടാണ് അത്രയും വൈറലായത്. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് പോയി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു കാരണമായി അലന്റെ ഓഡിയോ എടുത്തിട്ട് ഗിറ്റാർ വായിക്കാനും ബാക്കിയുള്ളവർക്ക് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ പിന്നെ അവരൊക്കെ ചെയ്തതുകൊണ്ടൊക്കെ തന്നെയാണ് അത് വൈറലായത്. അപ്പൊ പിന്നെ നമ്മൾ അതിനകത്ത് പോയി തർക്കിക്കുക, അതിന്റെ അവകാശം പിടിച്ചു പറ്റുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരൊക്കെ എല്ലാരും അതുപോലെ കണ്ടന്റ് ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് വൈറലായത്. ഇപ്പോ കുറെ വീഡിയോസ് ഇതേപോലെ ചെയ്യുന്നുണ്ടല്ലോ. അതില് ഒരു സെലിബ്രിറ്റിയുടെ കമന്റ് അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ വന്ന വീഡിയോ ഏതാന്ന് ചോദിച്ചാൽ സത്യത്തില് അതിനകത്ത് രസം എന്താന്ന് വെച്ചാൽ കമന്റുകൾ കുറെ കഴിയുമ്പോൾ നമ്മളെടുത്ത് നോക്കാനങ്ങ് വിട്ടുപോകും. എനിക്ക് തോന്നുന്നു ഞാനൊരു 1000 ലൈക്ക് വരെ കറക്റ്റ് കമന്റുകൾക്കെല്ലാം റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കും. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വിട്ടുപോകും. പിന്നെ ഇടയ്ക്ക് എപ്പോഴും വന്ന് നോക്കിയിട്ട് ലൈക്ക് അടിച്ച് പോവാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ വൈഫായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഇന്നയാൾ കമന്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് നോക്കുന്നത്. അപ്പൊ പിന്നെ എടുത്ത് നോക്കും ഓരോരുത്തരെ. ഓർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേക്കുന്ന ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് എടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല. ഒത്തിരി പേര്, സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഒത്തിരി പേര് ഷെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ കമന്റുകൾ ഇട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഭയങ്കര സന്തോഷം. മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒരു വീഡിയോക്ക് ഇത്രയും വലിയ മാറ്റങ്ങളും. അതിലുപരി മുമ്പ് ചെയ്ത വീഡിയോസിനും അലൻ ജോസിന്റെ വൈറലാവുന്ന വീഡിയോക്ക് മുമ്പും ഇതേപോലെ പാട്ടുകൾ കണ്ടിട്ട് ഫോളോ ചെയ്ത ആൾക്കാരുണ്ട്. നമ്മുടെ ലേറ്റസ്റ്റ് സിനിമയിലൊക്കെ അഭിനയിച്ച ആൾക്കാരൊക്കെ തന്നെ, പേര് പറയുന്നില്ല, അവരെന്നെ ഫോളോ ചെയ്തേക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം അവര് അത്രയും മുന്നിൽ നിൽക്കുന്ന ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു പേടിയായി തുടങ്ങി. അതാണ് അതെ അതാണ് ഏറ്റവും മെയിൻ. കാരണം
ഈ ഒരു ഇനി പിന്നീട് അങ്ങോട്ടുള്ള കണ്ടന്റുകളൊന്നും മോശമാകാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു പേടി വന്നു തുടങ്ങി. അതുപോലെ ആരോണിന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അത് ഞാൻ തന്നെയാണ്. അതെ, അത് അതും ഒരു 1 million കൂടുതൽ പോയി. അതെ അതെ അതെ, അങ്ങനെ ചെയ്യാന്ന് തോന്നിയത്. അത് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു കവർ സോങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോയിരിക്കുക. അപ്പൊ വീടിന്റെ ചുറ്റും ഭയങ്കര ശബ്ദം, എന്തൊക്കെയോ അവിടെ പണി നടക്കുന്നു, കിളിയുടെ ശബ്ദം, എന്തൊക്കെയോ ബഹളം. അപ്പൊ ഞാൻ ഈ വീഡിയോ കാണുന്നതും ആ സൗണ്ട് കേൾക്കുന്നതും ഒരുപോലെ. അപ്പൊ എന്റെ മനസ്സിൽ ഇത് രണ്ടും ഒരുപോലെ തോന്നുന്നല്ലോ. അപ്പം എനിക്ക് പാട്ട് പാടാൻ ശല്യം വരാ എന്ന് പറയുന്ന പോലെ ഇതങ്ങ് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് പാട്ടിന് ഇടയ്ക്ക് കയറി വരുന്ന പോലെ ആക്കി. അപ്പൊ ആ കറക്റ്റ് ടൈമിങ്ങിൽ അവൾ അഭിയോൺ, ആ കുട്ടിയുടെ പേര്, പറയുന്നുണ്ട് ഇങ്ങനെ താൻ പോറും അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ അതിനകത്തൊരു ഞെട്ടുന്ന ഒരു സാധനം കൂടി ഇടാം എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ നിട്ട് ആ സാധനം അതുപോലെ കയറി കത്തി. അതായിരുന്നു തുടക്കം, വൈറൽ വീഡിയോയുടെ തുടക്കം അതായിരുന്നു കണ്ടന്റുകളില്. പക്ഷെ ശരിക്കും ഞാനത് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം ആ വീഡിയോ അങ്ങനെ പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. പിന്നീട് പുള്ളിക്കാരി പോയി കണ്ടു. സ്വിച്ച് ഇട്ട പോലെ ആള് എന്ന് വെച്ചാല് ആള് ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കും. ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ നമ്മളാ വീഡിയോ കണ്ടിട്ടുള്ള ആളായിട്ട് മാറുക. പോയി കണ്ട് ഭയങ്കര കമ്പനിയായി. അല്ല പിന്നെ അത് ചെയ്യണമല്ലോ. പിന്നെ കമന്റ് വന്നു മഞ്ജിമയുടെ വീടിന് അപ്പുറത്ത് നടന്ന സംഭവം കൂടി കാണിക്കൂ. എങ്കിലും ആരോന്റെ വീട് തന്നെയാണ്. എപ്പോഴും ആദ്യം ചെയ്യുന്ന വീഡിയോക്ക് തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ ആയിട്ടുള്ള ഒരു ഇത് വരിക. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനം. ഇപ്പോഴും എന്റെ പിൻ ചെയ്തിട്ടേക്കുന്ന വീഡിയോകളിൽ വന്നത് അത്. അതെ, പിന്നെ ഇപ്പൊ അലൻ ജോസ് അങ്ങനെ 1-2 വീഡിയോകളും മെയിനായിട്ട് പിൻ ചെയ്ത് ഇട്ടേക്കൂല. അതിലൊന്ന് ആരോന്റെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അത്. ഇപ്പൊ ചേട്ടൻ അത് ചെയ്തിട്ട് പലരും അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആരോണ്ട് വീണ്ടും ഒരു ചേച്ചിയായിട്ടും അത് കണ്ടു ഞാൻ. ഓഡിയോ നമ്മുടെ ഓഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാലോ നമ്മുടെ വീഡിയോ വെച്ച് ചെയ്തേക്കുന്നത്. അതൊക്കെ കണ്ടു. നമുക്ക് ആസ്വദിക്കാന്നുള്ള അല്ലാതെ അതിനകത്ത് അഭിപ്രായം പറയാൻ പോകാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്നല്ലേ ഇതുപോലെ തന്നെ ചെയ്യുന്ന കൊള്ളാര പരിപാടി. അതെ അതെ അതെ, അതുണ്ട്, നമുക്കത് വരും. കാരണം നമ്മൾ വൈറലാക്കിയ ഒരു സാധനം വേറെ ആള്, ഇപ്പം ഞാനായാലും ഞാൻ ചെയ്തൊരു പാട്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വേറെ സ്ഥലത്ത് പോയി നിന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് വരില്ല എന്ന് പറയുന്ന ഒരു ഫീലാ ഇതും. നമ്മൾ വൈറലാക്കിയ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു സാധനം അത് വേറൊരു രീതിയിൽ നമ്മളത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നൊരിതില്ലേ, അത് ഭയങ്കര നമുക്കൊരു എന്താ പറയേണ്ടത് അറിയത്തില്ല. അത് നമ്മൾ വേറെ വീഡിയോയിലൂടെ കാണുമ്പോഴത്തേന് ഭയങ്കര അത്ഭുതം. അത് മാത്രമല്ല കമന്റുകളിൽ നമ്മൾ മെൻഷൻ ചെയ്യും ഇന്നാളാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ആൾക്കാര് പയ്യന്മാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിള്ളേരായിരിക്കും. അത് അവർ വന്ന് മെൻഷൻ ചെയ്യുക. അതെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വൈറലിന്റെ ഒരു പനി അന്നേരം ഞാൻ അനുഭവിച്ചത്, വൈറൽ പനി. ചെയ്തിട്ട് അത് നോർമലായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്കിലും കേറുന്നില്ല, അല്ലെങ്കിൽ എഫോർട്ട് എടുത്ത് ചെയ്ത സാധനങ്ങളൊന്നും അത് സത്യം അത് ആരും അംഗീകരിക്കുന്നില്ല. ഒരു കമ്പോസർ മ്യൂസിഷ്യൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് ഞാൻ അത് ആ രീതിയിലേ എടുക്കാവൂ. അതായത് ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഭയങ്കര റിച്ച് ആയിരിക്കണം, നല്ല ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഏറ്റവും ലോ ക്വാളിറ്റി കോമാളിതരമായിരിക്കണം. എനിക്ക് തോന്നി ഇത് രണ്ടുപേരും നമ്മുടെ നാട്ടിൽ പോകത്തോളം തോന്നുന്നു. ഇതിനിടയ്ക്കുള്ള ഒരു സാധനം പോകാൻ ഭയങ്കര പാടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ റിച്ച് ആവാൻ പാടാ എന്ന് വെച്ച് തീരെ കോമാളി ആവാനും പറ്റത്തില്ല. അപ്പം ഇത് രണ്ടുകൂടെ കൂടി കലർത്തി അവിടെ കൊണ്ട് വെക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ളത് മ്യൂസിക്കാണ്, അത് ചെയ്യുമ്പോൾ നല്ല റിച്ച് ആയിട്ട് തന്നെ ചെയ്യണം. അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് എവിടെ കോമാളിത്തരം കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ലേറ്റസ്റ്റ് കോമാളിത്തരം എന്താണ് നാട്ടിലുള്ളത് അതൊക്കെ തപ്പിയെടുക്കുക. പക്ഷെ അതൊന്നും കിട്ടിയില്ല. അവസാനമാണ് ഈ കണ്ടന്റുകളിലേക്ക് എത്തി. ഇത് കോമാളിത്തരമാണെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം നമ്മുടെ നാട്ടില് അലൻ ജോസൊക്കെ മാക്സിമം എല്ലാവരും എങ്ങനെയൊക്കെ നോക്കി നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. ഒരു രീതിയിൽ എത്ര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പോലും ചിരിക്കാൻ പറ്റിയ താരങ്ങളാണ് അവരൊക്കെ. അപ്പൊ ആ കിട്ടിയ സാധനത്തിനകത്തൊരു കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോ എന്റെ കഴിവും അവന്റെ കയ്യിലുള്ളതും എല്ലാവരുടെ കൂട്ടിച്ചേർത്തൊരു കണ്ടന്റ് ആക്കി അത് വൈറലായി. അപ്പൊ മനസ്സിലായി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മാത്രമേ പോവുള്ളൂ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മുടെ കഴിവ് കാണിക്കാൻ വിചാരിച്ചു പറഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് പാട്ടുകാരുണ്ട്, ആയിരക്കണക്കിന് മ്യൂസീഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കിടക്കുക. ഇപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഏതാണ്ട് 10% കഴിവേ ഉള്ളൂ പാട്ടിന്റെ കാര്യത്തില്, അങ്ങനെ വെച്ച് നോക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ കാണിച്ചെന്ന് പറഞ്ഞാലും ചെലവാവില്ല. അപ്പൊ കുറച്ച് നമ്മൾ കണ്ടന്റ് എടുക്കുക. മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള പിള്ളേരെ രസിപ്പിക്കുക, പ്രത്യേകിച്ച് ജെൻസൊക്കെ. അവരെ ജെൻസികളെ എല്ലാരെയും രസിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ട്രെൻഡ് പോകുന്ന സാധനം തന്നെ പോകണം. കുറെ പേര്
സോഷ്യൽ മീഡിയയിൽ അതെ, അതെ. ജോണിന്റെ പോരാട്ടാണ് എങ്ങനെയെങ്കിലും വൈറലായാൽ മതിയെന്ന് അതെ. വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതെ അതെ ഇവര് നമ്മളിങ്ങനെ നമ്മുടെ കഴിവ് വെച്ചിട്ട് ഇങ്ങനെ കയറി വരുമ്പോ പലരും നമ്മളെ അടിച്ചു താഴ്ത്താനൊക്കെ നോക്കാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, നമുക്ക് ചെയ്ത എൻ്റെ ഈ മേഖലയിൽ ഞാനിപ്പോ ഇറങ്ങിയിട്ട് മ്യൂസിക് മേഖലയിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒത്തിരി നാളായി, ഏകദേശം ഒരു 10 വർഷത്തോളമായി. അപ്പം ഞാൻ ഞാനൊരു കണ്ടെടുത്തോളം ഏകദേശം ഞാൻ എല്ലാ അവസരങ്ങളുടെ വാതിൽക്കൽ വരെ ചെല്ലുക, എന്നിട്ട് പിന്നെ ആ വർക്കുകളൊക്കെ നടക്കാതെ പോയിട്ട് പിന്നെ അത് വിഷമാവാറുണ്ട്. അത് നടന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ വിഷമാവാറുണ്ട്. അത് അങ്ങനെ എല്ലാവരോടും പറയും. പിന്നീട് അതെന്താണെന്ന് ഇറങ്ങാൻ ഞാൻ നോക്കുമ്പോൾ അതിനേക്കാളും വിഷമമാവും. പിന്നെ അല്ല നീ ആരോടും പറയുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പൊ ഈ ഇത്രയും നാളും വന്ന വഴികളിൽ വെച്ച് ശത്രുക്കൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നോടിങ്ങനെ ഏതോ ഒരു ശത്രുവിന്റെ പേര് പറയുന്നില്ല, എങ്കിലും ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, രക്ഷപ്പെടാത്തതിന്റെ വിഷമം ഉണ്ടല്ലേടാന്ന്. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ അത് വീണ്ടും ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പോട്ടെ, അതും കളഞ്ഞേക്ക. അപ്പം അങ്ങനെയല്ല, നമ്മൾ കഷ്ടപ്പെട്ട നമ്മൾ രക്ഷപ്പെടും. അതിനൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കഷ്ടപ്പെട്ട രക്ഷപ്പെടും. കാരണം ഒരുപാട് അലഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, വർക്ക് ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അലയാത്തതിന്റെ പ്രശ്നമായിരുന്നു. ഇപ്പൊ മനസ്സിലായി, കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും. ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ പൊസിഷനിൽ ഇപ്പൊ നിൽക്കുകയാണല്ലോ. അതെ, എന്താണ് അവരോട് പറയാനായിട്ട്? രക്ഷപ്പെട്ടത് കണ്ടോടാ. അങ്ങനെ പറയാനായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ. പിന്നെ തീർച്ചയായിട്ടും എന്റെ ചെവിയിൽ ഇപ്പോഴും കേട്ടിട്ടുണ്ട്, നമുക്ക് രക്ഷപ്പെടാത്തതിന്റെ വിഷമം ഉണ്ടോടാ എന്ന് ചോദിച്ചാൽ. ആ സമയത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും സിനിമയിൽ കയറി എല്ലാവരും രക്ഷപ്പെട്ട് നിൽക്കുക. എനിക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം, എനിക്കൊരു അവസരത്തിന് വേണമെങ്കിൽ എന്താ വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെയല്ല, ആക്ച്വലി എനിക്ക് കഴിവുണ്ട്, ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവരെന്നെ ക്ഷണിക്കും എന്നുള്ളത് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാത്തത്. അപ്പൊ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കൾ ഡയറക്ടറാണ്, ഒന്നല്ല ഒരു 3 പേര് ഡയറക്ടർ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അവർ സിനിമ എടുക്കുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇത്രയും നാൾ. അങ്ങനെ ഞാൻ എല്ലാവരോടും പറയുന്നത്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൽ ഒരാൾ സിനിമ എടുത്തു, ഒന്നല്ല 2 പേര് സിനിമ എടുത്തു. പിന്നീട് ബാക്കി 2 പേര് സിനിമയിലേക്ക് കയറുന്നു. അപ്പൊ എന്തായാലും ഞാനും സിനിമയിലെത്തുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അവനെ ബാക്കിയുള്ളവര് നീ രക്ഷപ്പെട്ടില്ലയോ എന്ന് ചോദിച്ച് പറയുന്നതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ നാളെ എത്തും. അതെ വെയിറ്റ് ചെയ്യേണ്ട സമയമില്ല, എത്തി.